ഹലോ, വെൽക്കം ടു ദ സ്റ്റുഡൻറ് ജേർണൽ അൺഎഡിറ്റഡ്. അങ്ങനെ 2023 അവസാനിക്കാനായിട്ട് ഇനി കുറച്ച് ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ 2 ഇയേഴ്സായിട്ട് ഞാൻ ഇയറിൻ്റെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടുകൂടി ചെയ്യുന്ന കാര്യമാണ് നെക്സ്റ്റ് ഇയറിലേക്ക് പ്ലാനേഴ്സും സ്റ്റിക്കേഴ്സും സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുള്ളത്. ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പ്ലാനറും സ്റ്റിക്കേഴ്സും ഒക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്ത സ്റ്റിക്കേഴ്സാണ്. ഇത് കവായി തീമാണ് വരുന്നത്. ഇതിൽ ടോട്ടൽ 60 ഷെയ്ഡ്സ് ആണുള്ളത്. അത് 3 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് നമുക്കിതുപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റിക്കേഴ്സ്, ജേർണലിങ്ങിനൊക്കെ ആപ്റ്റായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ വരുന്നത് ഡിസ്നി തീമുള്ള സ്റ്റിക്കേഴ്സാണ്. അതിലും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്ക് ഡെയിലി ജേർണലിങ്ങിനും അതുപോലെ പ്ലാനിങ്ങിനും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഒത്തിരി സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് ഈസി ടു പീൽ ഓഫ് ആണ് കേട്ടോ. പ്ലാനിൻ്റെ കൂടെ തന്നെ ഒരു യൂസർ ഗൈഡും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ പേജസും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്ലാനറിന് ഒരുപാട് കളർ വേരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ആഫ്റ്റർ ഗ്ലോ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത A5 സൈസുള്ള പ്ലാനറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നെയിമൊക്കെ എഴുതാനും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടാക്ട്സും ഡേറ്റ്സും ഒക്കെ കൊടുക്കാനുള്ള ഒരു പേജാണ്. നെക്സ്റ്റ് ഒരു വിഷൻ ബോർഡ് പേജാണ് കേട്ടോ. നമുക്കൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനുള്ള പേജാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇടാം, എങ്ങനെയാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഇയർ അറ്റ് എ ഗ്ലാൻസ് പേജസ് ആണ് കേട്ടോ. അത് 4 പേജസിലായിട്ടാണ് ഇയർ അറ്റ് എ ഗ്ലാൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പേജിൽ മന്തിലെ വീക്കെൻഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇയർ അറ്റ് എ ഗ്ലാൻസ് പേജസിന് ശേഷം പിന്നെ വരുന്നത് എല്ലാ മന്ത്ലി ലേഔട്ട്സ് ആണ്. മന്ത്ലി ലേഔട്ട്സിൽ നമുക്ക് ഗോൾസും മന്തിലേക്കുള്ള ടു ഡു ലിസ്റ്റും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ട്രാക്കറും കൊടുത്തിട്ടുണ്ട്. മന്ത്ലി ലേഔട്ട്സിന് ശേഷം പിന്നെ വരുന്നത് വീക്ക്ലി ലേഔട്ട്സ് ആണ്. അപ്പം വീക്ക് നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡെയിലി കോളംസും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ലേഔട്ട്സ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ റിമൈൻഡേഴ്സോ നോട്ട്സ് സെക്ഷനോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. വീക്ക്ലി ലേഔട്ട്സിന് ശേഷം ഓരോ മന്തിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഹാബിറ്റ് ട്രാക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അപ് ടു 5 ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ബഡ്ജറ്റ് ട്രാക്കേഴ്സാണ്. എല്ലാ മന്തിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് ട്രാക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സിൻ്റെ പാസ്വേഡ് എഴുതാനും അതുപോലെ തന്നെ ബർത്ത്ഡേ ആനിവേഴ്സറിയുടെ ഒക്കെ ഡേറ്റ്സ് എഴുതാനും ഉള്ള സ്പേസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടാക്ട്സ് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ പാഷൻ എന്നൊരു പേജാണ് കേട്ടോ വരുന്നത്. അങ്ങനെ 4 പേജസ് വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് നോട്ട്സ് പേജസുമാണ് കേട്ടോ. ലാസ്റ്റ് വരുന്നത് നമുക്ക് ഇയർ എൻഡിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഇയർ എൻഡ് റിവ്യൂ പേജസ് ആണ് കേട്ടോ. അപ്പം ഇത്രയുള്ള പ്ലാനറിലെ സ്പ്രെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സിൻ്റെ കവറിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളത്. അപ്പം ഞാൻ അത് വെച്ച് ആ ഫ്രണ്ട് പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് പേജിൽ നമുക്ക് നമ്മുടെ നെയിം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും കോൺടാക്ട്സും എഴുതാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം എനിക്കത് അവിടെ വേണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് രണ്ടും സ്റ്റിക്കർ വെച്ച് കവർ ചെയ്തു. മന്ത്ലി ലേഔട്ട്സിൽ മന്തിൻ്റെ നെയിംസ് സ്മോൾ ഫോണ്ടിലാണ് കൊടുത്തിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്കേഴ്സിലുണ്ടായിരുന്ന മന്തിൻ്റെ നെയിംസ് വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തു.
അപ്പോൾ അത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ പ്ലാനറിൻ്റെ കവറിൽ ഞാനൊരു ക്യൂട്ട് സ്റ്റിക്കർ പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ തന്നെ പ്ലാനർ സെറ്റപ്പും ചെയ്യാമെന്ന്. അതിൽ ചില പേജസൊക്കെ ഇപ്പം കോണ്ടാക്ട്സിൻ്റെ പേജസ്, അതുപോലെ തന്നെ ബർത്ത്ഡേ ആനിവേഴ്സറിയുടെ പേജസ് ഒന്നും എനിക്ക് യൂസ്ഫുൾ അല്ലെന്ന് തോന്നി. അപ്പം അതൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ 2024 എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഞാൻ വിചാരിച്ചു പേരും അതുപോലെ തന്നെ എൻ്റെ വേർഡ് ഓഫ് ദി ഇയറും എഴുതി കൊടുക്കാമെന്ന്. അതിനൊരു ഡിസ്ക്രിപ്ഷനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കേഴ്സിൻ്റെയും ബഡ്ജറ്റ് ട്രാക്കേഴ്സിൻ്റെ പേജസിൽ ഒന്നും കസ്റ്റമൈസ് ചെയ്തെടുക്കാനല്ലായിരുന്നു, അപ്പം ഞാൻ അതിലൊന്നും ചെയ്തില്ല. പിന്നെ വരുന്നത് ബർത്ത്ഡേ ആനിവേഴ്സറി വെബ്സൈറ്റ് പാസ്വേഡ്സൊക്കെ എഴുതാനുള്ള പേജാണ്. അപ്പം അത് ഞാനൊന്ന് കവർ ചെയ്ത്, എനിക്കതിൻ്റെ ആവശ്യമില്ല. അവിടെ വായിക്കാനുള്ള ബുക്സും അതുപോലെ തന്നെ കാണാനുള്ള മൂവീസൊക്കെ എഴുതി വയ്ക്കാനുള്ള ഒരു പേജായിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന പേജിൽ കോണ്ടാക്റ്റ്, പാഷൻ, നോട്ട്സ് എന്നൊക്കെ ആയിരുന്നു ആ പേജിൻ്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത്. അപ്പം അതൊക്കെ ഞാനൊന്ന് സ്റ്റിക്കേഴ്സ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പ്രെഡാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയും പേജസ് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വിഷൻ ബോർഡാണ് സെറ്റ് ചെയ്യാനുള്ളത്. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.